ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫെബി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാൻ എൻ്റെ സുഖവാസമൊക്കെ കഴിഞ്ഞ് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നല്ല, ഒരു 2-3 ദിവസം നിൽക്കാൻ. അതിന് കാരണം കേട്ടോ, ഇക്ക അബ്രോഡ് പോവുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് ദിവസം ഇക്കായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ പെട്ടിയും ചട്ടിയൊക്കെ പാക്ക് ചെയ്ത് അത് കൊണ്ടുപോകുന്ന സീനാണ് കേട്ടോ കണ്ടത്. അപ്പോൾ 2 ദിവസത്തിനായാലും 3 ദിവസത്തിനായാലും ഫാബിമോനെ വിട്ട് നിൽക്കുന്ന കാര്യം ഉമ്മക്ക് ചിന്തിക്കാനേ പറ്റില്ല. എന്നാലും 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സമാധാനത്തിൽ അങ്ങ് പറഞ്ഞു വിടട്ടോ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയം ഞാൻ പറഞ്ഞു ആരും ഇവിടെ നിന്നും കാണാനില്ല ഒന്ന് യാത്ര പറയാൻ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എൻ്റെ കളിയാക്കാം. പിന്നെ എന്തെങ്കിലും പോണത് 2 വർഷത്തിനാണല്ലോ പറഞ്ഞിട്ട്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഫാബിമോനെ എഴുന്നേറ്റ് കരയാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ പിന്നെ അവനെ ഇക്കാൻ്റെ കയ്യിൽ കൊടുത്തു. അവിടെ പുറത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്, അവനങ്ങനെ ഇരുന്നോളും. പിന്നീട് ഞങ്ങൾ ഒറ്റപ്പാലെത്തിയപ്പോൾ സൂഡിയോയിലൊന്ന് കയറിയിട്ടോ. കുറേ നാളായി ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല ഓഫറുണ്ടല്ലോ. ഇവിടെ പിന്നെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജെൻസിനായാലും ലേഡീസിനായാലും ഉള്ള ചപ്പൽസ്, പെർഫ്യൂംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നീട് ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനും ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 8 മണിയായി കേട്ടോ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വരവല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ സമയമൊന്നും നോക്കാതെ കയറി വരുന്നത് കേട്ടോ. ആറായിട്ട് വന്നപ്പോൾ കറക്റ്റ് സമയത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഉമ്മാവനെ എടുത്ത് കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പോവാൻ കൂട്ടാക്കുന്നില്ല. ഉമ്മാനെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് കയറി കേട്ടോ. റൂമിലേക്ക് കയറുമ്പോൾ എനിക്ക് ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ബലൂൺ ഭയങ്കര അലർജി ആയതുകൊണ്ട് നമ്മൾ ആ പ്ലാന് ക്യാൻസൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ റൂമിലൊക്കെ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സൂഡിയോയിൽ നിന്ന് എടുത്ത ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ള ടോപ്പുകൾ. നല്ല ടോപ്പുകളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാത്തിനും 299, 399 ഒരു റേഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.